ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നലെ മാർക്കറ്റ് നോക്കിയാൽ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പയറി ആയിരുന്നു. നിഫ്റ്റിയും നന്നായിട്ട് കയറിയിട്ടുണ്ട്. നല്ല ഒരു 170 പോയിൻറ്റ്സ് നിഫ്റ്റിയും കയറി. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഒരു 300+ പോയിൻറ്റ്സ്. മെയിനായിട്ട് ബാങ്ക് നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ഇന്നലെ ടച്ച് ചെയ്തു. അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് ബാങ്കിങ് സെക്ടർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ നിഫ്റ്റിയെയും. വളരെ നല്ല SBI ഒക്കെ ആണെങ്കിൽ ഇന്നലെ 5% അപ്പായിരുന്നല്ലേ. പിന്നെ ബജാജ് ഫിനാൻസിൻ്റെതും റിസൾട്ട് ഉണ്ടായിരുന്നു, അതും വളരെ നല്ല റിസൾട്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം വരാനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാരുതിയുടെ റിസൾട്ട് ഇന്നുണ്ട്, HCLൻ്റെ റിസൾട്ട് ഉണ്ട്, ബജാജ് ഫിൻസർവിൻ്റെ റിസൾട്ട് ഉണ്ട്. അത് മൂന്നുമാണ് മെയിനായിട്ടുള്ള റിസൾട്ട് ഇന്ന് വരാനുള്ളത്. പിന്നെ ഇന്നലെ പിന്നെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കിയാൽ എല്ലാവരും ഇന്നലെ ഗ്രീൻ ആയിരുന്നല്ലേ. നല്ല നല്ല മാർക്കറ്റായിരുന്നു ഇന്നലെ. നല്ലൊരു പോസിറ്റീവ് ഉള്ളൊരു മാർക്കറ്റായിരുന്നു. ബാങ്കിങ് സെക്ടർ, IT സെക്ടർ എല്ലാവരും വളരെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിലത്തെ കാര്യങ്ങൾ. പിന്നെ FIA DIA നമ്മൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ DIA പതിവ് പോലെ തന്നെ മെനഞ്ഞാന്ന് 4000 കോടിയായിരുന്നു, ഇന്നലെ ഇപ്പം 6200 കോടിയായി. DIA ഇങ്ങനെ വാങ്ങിച്ചിരിക്കുകയാണ്. FIA ഇടയ്ക്കിടയ്ക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. ഇന്നലെ FIA 2800 crores സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ DIA 6200 crores വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതായിരുന്നു. ഗോൾഡ് പ്രൈസ് 2322 തന്നെ നിൽക്കുന്നുണ്ട്. ഗോൾഡ് പ്രൈസ് കുറഞ്ഞിട്ടൊന്നുമില്ല, വലിയ കാര്യമായിട്ട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞായിരുന്നു, പക്ഷെ എന്നാലും കുറഞ്ഞില്ല. ഡോളർ ഇൻഡെക്സ് $83.7 അതും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവരൊക്കെയാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ നാട്ടിലത്തെ കാര്യം എന്ന് പറയാൻ, ഇന്ന് നമുക്ക് കേരളത്തിൽ ഇന്ന് നമുക്ക് ഇലക്ഷനാണ് അല്ലേ. എല്ലാവരും വോട്ട് ചെയ്യണം, ആരും വോട്ട് ചെയ്യാതെ ഇരിക്കരുത്. വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരും വോട്ട് ചെയ്യുക, അത് നമ്മളുടെ അവകാശമാണ്. കറക്റ്റായിട്ട് നോക്കി ആരാണ്, എങ്ങനെയാണ് നമ്മുടെ നാടിന് നല്ലത് വരുത്തുന്നത്, ആരാണ് നല്ലത്, എന്തൊക്കെയാണ് പഴയ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ 5 വർഷം 10 വർഷം 15 വർഷമൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് പോളിംഗ് ബൂത്തിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ആലോചിക്കുക. കഴിഞ്ഞ ഒരു 10 വർഷവും നോക്കുക, ഇനി വരാനുള്ളൊരു 10 വർഷവും നോക്കുക. അതൊക്കെ കണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുക. അതാണ് നമ്മളെ നാട്ടിലത്തെ കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പം നമ്മൾ അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ, US മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, US മാർക്കറ്റ് ഭയങ്കര രസമായിരുന്നു. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയതിട്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് വൈസിൽ തന്നെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. പക്ഷേ ക്ലോസ് ആയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ റിസൾട്ട് വന്നു. അടിപൊളി റിസൾട്ടായിരുന്നു, കയറിപ്പോയി. പിന്നെ ഗൂഗിളിൻ്റെ റിസൾട്ട് വന്നു, അത് കഴിഞ്ഞൊരു ഹാഫ് ആൻ അവറാന്ന് തോന്നുന്നു കഴിഞ്ഞിട്ട്, സമയം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഗൂഗിളിൻ്റെ റിസൾട്ടും വന്നു, അത് സൂപ്പർ റിസൾട്ടായിരുന്നു, അപ്പോഴും പോയി കയറിപ്പോയി. അങ്ങനെ ഭയങ്കര ഇതായിട്ട് കയറിപ്പോയിട്ടുണ്ട് ഇന്നലെ. ആഫ്റ്റർ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടുണ്ട് US മാർക്കറ്റ്. അതൊക്കെയാണ് US മാർക്കറ്റിലത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. ഇനിയിപ്പം ഈ മാസം കുറേ റിസൾട്ടുണ്ട് നമുക്ക്, ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ശരി, US മാർക്കറ്റിലാണെങ്കിലും ശരി. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് ദി മന്ത്ലി ട്രേഡിങ്ങിൻ്റെ ഈ മാസം മെയ് ആദ്യത്തെ ട്രേഡിംഗ് ആണ് നമ്മളുടേത്. അപ്പം എല്ലാവരും നോക്കുക. നമ്മുടെ മാർക്കറ്റ് ഇപ്പം ഭയങ്കര മോശം എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ മോശമെന്ന് പറയും. അതുപോലത്തെ ഒരു മാർക്കറ്റാണ്. സോ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക, ക്യാപിറ്റലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ, കാശ് കൊടുത്ത് വാങ്ങിക്കാത്തതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡോവ് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് തന്നെ ഇരിക്കാനാണ് സാധ്യതയുള്ളത്. ബാക്കി ഏഷ്യൻ സെക്ടേഴ്സൊക്കെ ഒരുവിധം ഗ്രീൻ തന്നെയാണ്. ഓക്കെ, അതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ്. സോ എല്ലാവരും പോയി ഇലക്ഷന് പോയി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഓക്കെ, നമ്മളുടെ അവകാശം നമ്മൾ രേഖപ്പെടുത്തണം. താങ്ക് യു, ബൈ.